സോ കഴിഞ്ഞ വർഷം 34,000 രൂപയ്ക്ക് ലോഞ്ച് ചെയ്ത OnePlusന്റെ Nord 3 ഇപ്പം ആമസോണിൽ 20,000 രൂപയ്ക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പം 2024 ഈ ഒരു ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ വേർത്താണ്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 8GB 128GB ആണ് ഈ ഒരു ഫോണിൻ്റെ സ്റ്റാർട്ടിങ് വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ലോഞ്ച് പ്രൈസ് അന്ന് ലോഞ്ച് ചെയ്ത് 33,999 ആയിരുന്നു. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ഫോൺ ലോഞ്ച് ചെയ്തത്. പക്ഷേ ഇപ്പം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എസ്പെഷ്യലി ആമസോണിൽ ഇതിൻ്റെ ബേസ് മോഡലിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 19,999 ഇപ്പോൾ ഈ ഒരു ഫോൺ അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ തന്നെ 21 ആ ഒരു റേഞ്ചൊക്കെയാണ് ഫോണിന് വരുന്നത്. അപ്പം ആമസോണിൽ നമുക്ക് 20,000 രൂപക്കാണ് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 1 വർഷമായി ഫോൺ ഇറങ്ങിയിട്ട്. അപ്പോൾ ഈ ഒരു വർഷം ആകുന്ന സമയത്ത് ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. ഗ്ലാസിൻ്റെ ഒക്കെ തന്നെയാണ് ബിൽഡ് വരുന്നത്. ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനൊക്കെ തന്നെ നമുക്ക് വരുന്നുണ്ട്. കാണാൻ നല്ല പ്രീമിയം, ഇപ്പോഴും നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഫോൺ തന്നെയാണ്. ഇപ്പോഴും OnePlusൻ്റെ ഫോൺസൊക്കെ ഇറങ്ങുന്ന ഈ ഒരു ഡിസൈനിൽ തന്നെയാണ്. അപ്പം ഡിസൈൻ വൈസ് ഫോൺ ഒട്ടും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഫോണല്ല. അത്യാവശ്യം നല്ല പ്രീമിയം ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ് ഇപ്പോഴും. ഡിസ്പ്ലേ വൈസ് പറയുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള 6.7 ഇഞ്ചിൻ്റെ ഒരു 1.5K റെസൊല്യൂഷനിലുള്ള ഒരു AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെ ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനൊക്കെ തന്നെ നമുക്ക് ഫ്രണ്ടിലും വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ വൈസും കർവ്ഡ് ഡിസ്പ്ലേ അല്ല, അതൊരു പോരായ്മയാണ്. പക്ഷേ അത് 35,000 രൂപയ്ക്ക് ഇപ്പം പോരായ്മയാണ്. പക്ഷേ 20,000 രൂപയ്ക്ക് വരുമ്പോൾ അത് നമുക്ക് അത്ര പോരായ്മയായിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ 20,000 രൂപയ്ക്ക് നല്ലൊരു 1.5K റെസൊല്യൂഷനിലുള്ള ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ വരുന്നത്. അപ്പം അതും ഒരു ബെറ്റർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നീട് പെർഫോമൻസ് ആണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. Dimensity 9000 എന്ന പ്രോസറാണ് വരുന്നത്. ഇപ്പോൾ 20,000 രൂപ റേഞ്ചിൽ നിങ്ങളെ ബാക്കി എല്ലാ ഫോണായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ഫോണാണ് ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടുള്ള ഫോൺ എന്ന് പറഞ്ഞത്. അപ്പോൾ 35,000 രൂപയുടെ പെർഫോമൻസ് നമുക്ക് 20,000 രൂപ കിട്ടുമ്പോൾ 20,000 രൂപയുടെ ഫോൺ എന്നൊക്കെ പറയുന്നത് ഏകദേശം മനസ്സിലാവുള്ള. ഇതിൻ്റെ ഒരു ആൻറ്റോ സ്കോർ എന്ന് പറഞ്ഞാൽ അറൗണ്ട് 10 lakh ആ റേഞ്ചൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. എസ്പെഷ്യലി നിങ്ങൾ ഗെയിമിംഗ് ഒക്കെയാണ് മെയിൻ പ്രിഫറൻസ് കൊടുത്ത് എടുക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ OnePlus Nord 3 എടുക്കാൻ പറ്റിയ നല്ല ഓപ്ഷൻ തന്നെയാണ്. ഇനി ക്യാമറ പറയുകയാണെങ്കിൽ ക്യാമറയും ഒട്ടും മോശമല്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ തന്നെയാണ് വരുന്നത്. 15MP പ്രൈമറി ക്യാമറ ഒക്കെ തന്നെ വരുന്നുണ്ട്. അതും സോണിയുടെ IMX890 എന്ന ഒരു അത്യാവശ്യം നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ലെവലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സെൻസറാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അപ്പോൾ നല്ലൊരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. വേറെയും 2 ക്യാമറ വരുന്നുണ്ട്. ഒരു മാക്രോ ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഒരു 8MP അൾട്രാവൈഡ് ക്യാമറയും നമുക്ക് റിയറിൽ വരുന്നുണ്ട്. ഫ്രണ്ടിലാണെങ്കിൽ തന്നെ 16MP സെൽഫി ക്യാമറ ഫ്രണ്ടിലും വരുന്നുണ്ട്. ക്യാമറയും ഒരു നല്ലൊരു ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ബാറ്ററി പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി ആൻഡ് ഫാസ്റ്റ് ചാർജിങ് ഒക്കെ തന്നെ വരുന്നുണ്ട്. പിന്നീട് മെയിനായിട്ടുള്ള കാര്യം, അതായത് ഇപ്പം 1 വർഷം കഴിഞ്ഞിട്ടുള്ളൊരു ഫോൺ ഇപ്പോൾ എടുക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് കിട്ടുമോ എന്നുള്ളതാണ്. OnePlus 3 വർഷത്തെ മേജറായിട്ടുള്ള അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോൺ ഇറങ്ങിയ സമയത്ത് Android 13 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്നത്. പക്ഷേ ഇപ്പം Android 14 വരുന്നത്. 3 വർഷത്തെ അപ്ഡേറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ Android 14 ഇപ്പോൾ ഉണ്ട്. 14, 15, 16 വരെ നമുക്കിതിൽ അപ്ഡേറ്റ് എന്തായാലും കിട്ടുന്നതായിരിക്കും. അത് കൂടാതെ തന്നെ 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്, അതായത് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു ഇനിയും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അപ്ഡേറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ല. അപ്പം ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇപ്പം ഈ ഒരു ഫോൺ എത്ര നാൾ കിട്ടുമെന്നൊന്നും അറിയില്ല. അപ്പം നിങ്ങൾക്ക് ഈ ഒരു 20,000 രൂപ റേഞ്ചിൽ നിങ്ങളൊരു ബെസ്റ്റ്, നിങ്ങൾക്ക് കുറച്ച് പഴയ ഫോൺ ആണെന്നുണ്ടെങ്കിൽ പോലും വലിയ കുറവും കാര്യങ്ങളൊന്നും എവിടെയും നമുക്ക് പറയാനൊന്നുമില്ല. എല്ലാ രീതിയിലും ഒരു ബെസ്റ്റായുള്ള ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ 20,000 രൂപക്ക് നിങ്ങളൊരു ഫോണൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കൺസിഡർ ചെയ്യാൻ പറ്റിയ ബെസ്റ്റായുള്ള ഓപ്ഷൻ തന്നെയാണ്. പിന്നീട് ഗ്രീൻ ലൈൻ വന്നാൽ പോലും അവരത് ക്ലെയിം ചെയ്തിട്ട് മാറ്റിത്തരുന്നൊക്കെ തന്നെയുണ്ട്. അപ്പം അതും ഒരു വിഷയമാക്കേണ്ട കാര്യമല്ല. അപ്പം നിങ്ങളുടെ ബെസ്റ്റ് ഫോൺസൊക്കെ നോക്കിയിട്ട്, അല്ലെങ്കിൽ മെയിൻലി പ്രിഫറൻസ് ആയിട്ട് ഗെയിമിങ് അല്ലെങ്കിൽ എല്ലാ രീതിയിലും ഗെയിമിംഗ് ഇപ്പോൾ അത്യാവശ്യം നോക്കിയിട്ടൊക്കെ ഈ പ്രൈസ് റേഞ്ച് നോക്കുന്നുണ്ടെങ്കിൽ Nord 3 തന്നെയാണ് ബെസ്റ്റായുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം എന്തുകൊണ്ടും നിങ്ങൾക്ക് ഈ 1 വർഷത്തിന് ശേഷം OnePlus Nord 3 എടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ആയുള്ള ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ 30K റേഞ്ചിലൊരു ബെസ്റ്റ് ഫോൺ ആയിരുന്നു Nord 3 എന്ന് പറഞ്ഞത്. അപ്പോൾ 20,000 രൂപ കിട്ടുമ്പോൾ എത്രത്തോളം അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വേർത്തായുള്ളൊരു ഓഫർ തന്നെയാണ് ഇപ്പം ആമസോണിലുള്ളത്. അപ്പോൾ എല്ലാവരും അത് യൂട്ടിലൈസ് ചെയ്യുക. 20,000 രൂപക്ക് ഫോൺസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് വാങ്ങാം ഈ ഒരു ഫോൺ എന്ന് പറഞ്ഞത്.
അപ്പോൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കുക, എന്നിട്ട് പോയിട്ട് മാത്രം വാങ്ങാം. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് ഫ്രം അഭിനവ് സൈനിങ് ഓഫ്. ബൈ.